കൊല്ലം തങ്കശ്ശേരി കോട്ടയ്ക്ക് മുൻപിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്ക് നാശത്തിന്റെ വക്കിൽ. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയാണ് പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം. പരിപാലനമില്ലാതെ വന്നതോടെ സാമൂഹ്യ വിരുദ്ധർ കൈയടക്കിയിരിക്കുകയാണ് പാർക്കിന്റെ പല ഭാഗങ്ങളും. കേരളത്തിലെ വൈദേശിക അധിനിവേശത്തിന്റെ ചരിത്രം പറയുന്ന അവശിഷ്ട സ്മാരകമാണ് കൊല്ലം തങ്കശ്ശേരിയിലെ സെന്റ് തോമസ് കോട്ടയുടെ ചുവരുകൾ. സ്മാരകം കാണാനെത്തുന്നവരെ ആകർഷിക്കാൻ സുനാമി ഫണ്ടിൽ നിന്നും 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാർക്ക് നിർമ്മിച്ചത്. ശുചിമുറി സംവിധാനവും നടവഴികളും മറ്റ് സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്ന ചെടികളും ഒക്കെയായി മനോഹരമായിട്ടായിരുന്നു പാർക്കിന്റെ നിർമ്മാണം. എന്നാൽ പരിപാലനമില്ലാതെ വന്നതോടെ പാർക്ക് നാശത്തിന്റെ വക്കിലായിരിക്കുന്നു. ശുചിമുറികൾ ഉപയോഗശൂന്യമായി, വിലപിടിപ്പുള്ള ചെടികളെല്ലാം നശിച്ചു. രാത്രിയായാൽ സാമൂഹ്യവിരുദ്ധരുടെ കേന്ദ്രമാണിന്ന് പാർക്കിന്റെ സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് യുവമോർച്ച. സ്ത്രീകൾക്കുൾപ്പെടെ അല്ലെങ്കിൽ കുട്ടികൾക്കുൾപ്പെടെ ഉപയോഗപ്രദമല്ലാത്ത രീതിയിലുള്ള ശൗചാലയങ്ങൾ, അതോടൊപ്പം തന്നെ അവിടെ കാട് കയറി പാമ്പ്, ഇഴജന്തുക്കളുടെ ശല്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, തെരുവുനായ ശല്യങ്ങൾ, പ്ലാസ്റ്റിക്കുകളുടെ മറ്റ് മാലിന്യങ്ങൾ, അങ്ങനെ ആ സ്ഥലത്ത് പോകാൻ മൂക്കത്ത് വിരൽ തൊടാതെ പോകാൻ പറ്റാത്ത തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് തൊട്ടു നോക്കാൻ പറ്റുന്ന വികസനങ്ങളല്ല, അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മൂക്കിന് പൊത്തുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് LDF UDF എത്തിയിരിക്കുന്നു. പ്രദേശവാസികളും ജനങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. എത്രയും അടിയന്തരമായിട്ട് അത് വൃത്തിയാക്കിയില്ലെങ്കിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നുള്ളതും ഈ അവസരത്തിൽ അറിയിക്കുന്നു. പാർക്കിന് സമീപത്തായി നിർമ്മിച്ച ബസ് സ്റ്റേഷനും ഇന്ന് ഉപയോഗശൂന്യമാണ്. സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമായും ബസ് സ്റ്റേഷൻ മാറി. അതേസമയം തൊട്ടടുത്ത് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ സ്ഥലത്ത് നിർമ്മിച്ച പാർക്കിൽ വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ജനം, കൊല്ലം.